ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ അല്ല, ഒരു DIY വീഡിയോ ആണ്. അതായത് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ പുറത്തുനിന്ന് വാങ്ങലാണല്ലോ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കേക്കിൻ്റെ സീസണാണ്, അതായത് ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പോൾ എല്ലാവരും തന്നെ കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ഇനി ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ A4 ഷീറ്റ് വെച്ചിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ബേക്കിംഗ് ട്രേയിൽ വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക. അപ്പോൾ ബട്ടർ പേപ്പറിൽ ഓൾറെഡി ഒരു നല്ല മെഴുക്ക് പോലെയുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കേക്കൊന്നും ട്രേയിൽ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ A4 ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബേക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് മുന്നേ ഉള്ള വീഡിയോകളിൽ, അതായത് ഞാൻ ബേക്കിംഗ് ടൂൾസ് പരിചയപ്പെടുന്ന വീഡിയോയിലൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബേക്കിംഗ് ട്രേയിൽ വെക്കുമ്പോൾ ഇതിൽ കേക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ അടിഭാഗമൊന്നും ബേക്കിംഗ് ട്രേയിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ബട്ടർ പേപ്പർ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു A4 ഷീറ്റ് പേപ്പറാണ്. A4 ഷീറ്റ് അപ്പോൾ ട്രെയിനിന് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ A3 പേപ്പറൊക്കെ എടുക്കാം. കുറച്ച് വലിപ്പത്തിലുള്ള ഒരു വൈറ്റ് പേപ്പറാണ് നമുക്ക് വേണ്ടത്. A4 ഷീറ്റിൻ്റെ ആ ഒരു കട്ടിയുള്ള പേപ്പറായിരിക്കണം വേണ്ടത്. നമ്മൾ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഏത് ട്രേ ആണോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ ട്രേ ഇതിലേക്ക് വെക്കുക. അതിനുശേഷം ട്രേയുടെ അടിഭാഗത്തിൻ്റെ അളവാണ് എടുക്കേണ്ടത്. ഈ ഒരു താഴ്ഭാഗത്തിൻ്റെ അളവാണ് എടുക്കേണ്ടത്. മുകൾ ഭാഗത്തിൻ്റെ അളവ് ഇങ്ങനെ കമഴ്ത്തി വെച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മളെ കയ്യിലുള്ള ഒരു പെൻസിൽ വെച്ചിട്ട് സർക്കിളായിട്ട് ആ ഒരു താഴ്ഭാഗത്തുള്ള ആ ഒരു അളവ് നമ്മൾ ഇതേപോലെ വരച്ചെടുക്കുക. അപ്പോൾ A4 ഷീറ്റിൽ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ബേക്കിംഗ് ട്രേയിൻ്റെ അതേ അളവിലൊരു സർക്കിൾ വരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ സർക്കിൾ ഇപ്പോൾ ഇവിടെ റെഡിയാക്കി വരച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കത്രിക വെച്ചിട്ട് വെട്ടിയെടുക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സർക്കിൾ ഷേപ്പിൽ കറക്റ്റ് ആ ലൈനിൽ തന്നെ ആയിട്ട് വെട്ടിയെടുക്കണം. കാരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ബേക്കിംഗ് ട്രേയിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സർക്കിൾ ഇവിടെ റെഡിയായി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്കിംഗ് ട്രേയിൻ്റെ ആ ഒരു കറക്റ്റ് അളവായിരിക്കും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ, ഓയിലായിരിക്കും നല്ലത്, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബ്രഷ് ചെയ്യുക. ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യണം. അപ്പോൾ ഒരു ഭാഗത്ത് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ അപ്പുറത്തെ ഭാഗത്തും എത്തിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഭാഗത്തും കുറച്ചൊരു നല്ല രീതിയിൽ തന്നെ ഓയിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും. നന്നായിട്ട് ചെയ്യുക. കണ്ടോ, ആ ഒരു ഭാഗത്ത് വെച്ചപ്പോൾ അടിഭാഗത്തൂടെ ഓയിൽ എത്തിയതുണ്ടല്ലോ, കറക്റ്റ് ആ ഒരു ബട്ടർ പേപ്പറിൻ്റെ എഫക്റ്റ് ചെയ്യും കേട്ടത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ബേക്കിംഗ് ട്രേയിൽ വെക്കുക. അപ്പോൾ അടിഭാഗം കവർ ചെയ്തു. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് ഭാഗവും ഇതേപോലെ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് ഭാഗം കവർ ചെയ്തെടുക്കാൻ നമ്മൾ അതേ അളവിൽ ഇതേപോലെ റിബൺ പോലെ അല്ലെങ്കിൽ ആ സൈസിൽ ഇതേപോലെ പീസ് വൈറ്റ് പേപ്പർ മുറിച്ചെടുക്കുക. അതിനുശേഷം അതിലും ഇതേപോലെ ഓയിൽ എന്ത് ചെയ്യുക, ബ്രഷ് ചെയ്യുക. കുറച്ച് ഓയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്തിട്ട് ആ സൈഡിൽ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് അവിടെ വെക്കുമ്പോൾ തന്നെ നമ്മളത് ബേക്കിംഗ് ട്രേയിൽ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നിൽക്കും. അങ്ങനെ ആ ഒരു ട്രേയിൻ്റെ ഫുൾ സ്ക്വയർ ഷേപ്പാണെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ, ഓവലാണെങ്കിൽ ഓവൽ ഷേപ്പിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. പെർഫെക്റ്റായിട്ട് നമുക്കിതിൽ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് നമുക്ക് കേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ബേക്കിംഗ് പേപ്പർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിനി കേക്ക് തയ്യാറാക്കാതിരിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നവരെ സീ യു, ബൈ ബൈ.